ഹലോ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളെന്തായാലും ഒരു പ്ലെയർ റിവ്യൂ ആണ് ഇടാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പെഷ്യൽ കോൺട്രാക്റ്റിനകത്ത് നമ്മൾ നമ്മുടെ പാരീസിലെ റൈറ്റ് വിങ് ഫോർവേഡ് ആയിട്ടുള്ള നമ്മൾ ലിങ്കാൻ എടുത്തിട്ടുണ്ട്. മൂപ്പരാളുടെ ഒരു പ്ലെയർ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂപ്പരാളെ വെച്ചിട്ട് ഒരു 4-5 മാച്ച് കളിപ്പിച്ചിട്ടുണ്ട്, ഓൺലൈൻ ഓഫ്ലൈനൊക്കെ ആയിട്ട്. ആളുടെ ഒരു വീഡിയോ നമ്മളിന്നൊരു പ്ലെയർ റിവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ പോലെയാണ് ഇടാൻ പോകുന്നത്. മൂപ്പരാളെ നമ്മളിപ്പോൾ മെയിനായിട്ട് റൈറ്റ് വിങ് ഫോർവേഡ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ RMF-ഉം AMF-ഉം CF ഒക്കെ കളിക്കും. പക്ഷെ നമ്മളിപ്പോൾ റൈറ്റ് വിങ് ഫോർവേഡ് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. റോമിംഗ് ഫ്ലാങ്ക് പൊസിഷനാണ്. 24 ഏജിലാണ്. അത്യാവശ്യം നല്ല ബോൾ കൺട്രോൾ, ഡ്രിബിളിങ് അങ്ങനത്തെ എല്ലാ പരിപാടിയുള്ളൊരു അടിപൊളി ഒരു റൈറ്റ് വിങ് പറ്റിയൊരു കാർഡ് നമുക്ക് പറയാം. പിന്നെ ഫിനിഷിങ് കുറച്ച് കുറവുണ്ട്, ആ ഒരു പോരായ്മ തന്നെ ഉള്ളൂ. ഇതിൽ നമുക്ക് കാണാം ഏകദേശം 74 ഫിനിഷിംഗ് ആണ്. പിന്നെ ഹെഡിങ് അതുപോലെ തന്നെ ഫിസിക്കൽ കോൺടാക്ട് ഒക്കെ 60 അടുത്തൊക്കെ ഉള്ളൂ, 60 അടുത്തൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും നമുക്ക് റൈറ്റിങ്ങിൽ നല്ല ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളെടുത്തൊരു പാക്കാണ്. നമുക്ക് എന്തായാലും കളിപ്പിച്ച് നോക്കാം. നമ്മളിപ്പോൾ 4-5 വീഡിയോ നമ്മൾ കളിപ്പിച്ച വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ബേസിസിലായിരിക്കും നമ്മൾ നമ്മുടെ ഒരു ഒപ്പീനിയൻ റിവ്യൂലൊക്കെ പറയുന്നത്. നമുക്ക് തോന്നിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ മെയിനായിട്ട് കാണാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയ്ക്ക് നമുക്ക് പോവാം. പിന്നെ അതുപോലെ തന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ഇഷ്ടപ്പെട്ട കമൻ്റൊക്കെ ചെയ്യുക. നമ്മുടെ ഇപ്പോൾ ചെറിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. നിങ്ങളെന്തായാലും നല്ല രീതിക്ക് സപ്പോർട്ടൊക്കെ ചെയ്യാൻ നമുക്ക് നല്ല നല്ല വീഡിയോ കൊണ്ടുവരാൻ പറ്റും. എന്തായാലും നമ്മൾ ഒരു ഗെയിം പ്ലേ നമ്മൾ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാം, നമുക്ക് സുഖമായിട്ട് മുമ്പ് കട്ടൊക്കെ ചെയ്തിന് പോകാനൊക്കെ പറ്റും. നല്ല രീതിക്ക് ബോൾ കൺട്രോൾ കാരണം പെട്ടെന്ന് തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മുടെ യമാൽ അല്ലെങ്കിൽ നമ്മുടെ മെസ്സിയൊക്കെ തരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ലെവലാണ് മൂപ്പരാൾ നമുക്ക് തരുന്നത്. കാരണം മൂപ്പരാൾ അത്രയ്ക്ക് നല്ല ഫ്ലെക്സിബിൾ ആണ്, അത്രയ്ക്ക് നല്ല ബോൾ കൺട്രോളൊക്കെ ഒരു പ്ലെയർ ആണ്. നമുക്ക് പെട്ടെന്ന് ഡിഫൻഡറിനൊക്കെ നമുക്ക് ഒരു ഇതാക്കിയിട്ട് നമുക്ക് പോകാനൊക്കെ പറ്റും. ആ രീതിക്കുള്ളൊരു പ്ലെയർ ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ സല അല്ലെങ്കിൽ യമാലിനെ പോലെ എപ്പോഴും റൈറ്റ് വിങ്ങിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയർ ഒന്നല്ല. റൈറ്റ് വിങ്ങിൽ മൂപ്പരാൾ എപ്പോഴും കാണും. പിന്നെ നമ്മൾ പന്ത് എടുത്തിട്ട് നമ്മളിങ്ങനെ ഡ്രിബിൾ ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോകണം. അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്. അല്ലെങ്കിൽ സലേനെ എപ്പോഴും ഓടിച്ചെന്നിട്ട് ഒരു കർവൊക്കെ അടിപ്പിക്കുക അങ്ങനെ വിചാരിക്കരുത്. നമ്മുടെ സലയൊക്കെ അടിക്കുന്ന പോലെ നല്ല രീതിക്ക് കർവൊന്നും അടിക്കുന്നില്ല മൂപ്പരാള്. സല എന്ന് പറയുമ്പോൾ റൈറ്റ് വിങ് കളിച്ച് നമ്മൾ കർവൊക്കെ കൊടുത്താൽ ചിലപ്പോൾ ഒരു ഷുവർ ഗോൾ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. മൂപ്പരാൾ ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയർ നമുക്ക് തരുന്നില്ല. ലിങ്കൻ നമുക്ക് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ല. നമ്മളതിനെ കട്ട് ചെയ്ത് ഒരു എൻജോയ് ചെയ്തൊരു ഫ്ലെക്സിബിൾ രീതിക്ക് നമ്മൾ കളിച്ചു പോവുക. ആ ഒരു ലെവല് നമ്മൾ മൂപ്പരാളുടെ നിന്ന് പ്രതീക്ഷിക്കാവും. നമ്മൾ ഓരോ കർവും ഒക്കെ അടുപ്പിച്ച് നോക്കി, പക്ഷെ അത് കറക്റ്റ് കയറുന്നൊന്നും ഇല്ല. കൂടുതലും നമ്മുടെ പോസ്റ്റിന്റെ പുറത്തേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ അങ്ങനെ മൂപ്പരാൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് കുറവാണ്, 64 എന്തോ ഉള്ളൂ. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. അത്യാവശ്യം നല്ല ഡിഫൻഡേഴ്സ് ആയിട്ടുള്ള വാൻഡേക്ക് അല്ലെങ്കിൽ വല്ല മാൽദീനിയൊക്കെ വന്നാൽ നമുക്ക് സീനാണ്. മൂപ്പരാളെ നമുക്ക് ഇങ്ങനെ നമ്മൾ ബോൾ കൺട്രോൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പോകണം, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം, ഞാൻ മാക്സിമം മൂപ്പരാളെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടൊക്കെ അങ്ങനെ ആക്കി നല്ല സ്കില്ലൊക്കെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് കട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് മെയിനായിട്ട് പോകുന്നത്. ഗോൾ അടുപ്പിക്കുന്നതിനേക്കാൾ കൂടുതലും സംഭവം അങ്ങനെ ചെയ്യുമ്പോഴത്തേ ഈ ഒരു പ്ലെയറിനെ കൊണ്ട് നമുക്ക് അതിനെ ചെയ്യിപ്പിക്കാൻ പറ്റും. വേറൊരു പ്ലെയർ നമുക്ക് അതിന് കിട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ കിട്ടിയൊരു പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ മറഡോണയാണ്. മറഡോണ ഇതുപോലെയൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തിരിഞ്ഞും മറിഞ്ഞൊക്കെ പോകാൻ പറ്റിയ ഈ രീതിക്കുള്ളൊരു പ്ലെയറാണ്. നമുക്കിതിൽ കാണാം, ഞാനിപ്പോൾ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കിട്ടിയ കാരണമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് വേറെ നമ്മുടെ സീബുകളൊക്കെ രണ്ട് സൈഡിലായിരുന്നു, ഗോളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വെറുതെ ഒരു ഷൂട്ട് എടുത്ത് നോക്കി വന്ന സംഭവം ഗോള് കയറി. അങ്ങനെയൊക്കെ ഒരു ചാൻസ് ആയിട്ട് മൂപ്പർ അടിക്കും. അല്ലാതെ നമ്മുടെ മെസ്സി അടിക്കുന്ന പോലെ ഈ റൈറ്റിൽ നിന്ന് വന്നിട്ട് കർവ് അടുപ്പിച്ച് ഗോളാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല മൂപ്പരാളെ കൊണ്ട്. പറയുമ്പോൾ നമ്മളൊരു ഈ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മുടെ പെസ് നമ്മളൊരു എൻജോയ് ചെയ്ത് കളിക്കുക, ആ രീതിക്കുള്ള പ്ലെയറാണ് എനിക്ക് മൂപ്പരാൾ കളിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. ആ രീതിക്ക് നമ്മൾ കളിപ്പിച്ച അത്യാവശ്യം നല്ല അടിപൊളി പ്ലെയറാണ് മൂപ്പരാൾ. അല്ലാതെ എപ്പോഴും ഓടിക്കൊണ്ട് നടക്കുക, അതായത് ഗോൾ അടിക്കുന്ന മെഷീൻ അങ്ങനെയൊന്നും കാണില്ല. നമ്മൾ എൻജോയ് ചെയ്യുന്ന രീതിയിൽ കളിപ്പിച്ച സംഭവം മൂപ്പരാൾ അടിപൊളി പ്ലെയറാണ്. നമ്മൾ നെയ്മർ എടുക്കാത്തപ്പോൾ നമുക്കൊരു റിഗ്രറ്റൊക്കെ അടിച്ചെങ്കിലും നമുക്ക് മൂപ്പരാളുടെ കളിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഡ്രിബിളും നല്ല രീതിക്ക് ഡിഫൻഡേഴ്സിനൊക്കെ വെട്ടിച്ച് പോകാനൊക്കെ തോന്നുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. കാരണം നമുക്ക് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ കാണാം, ഞാൻ മെയിനായിട്ട് ഗോൾ അടിക്കാനൊന്നും അറിയാം. മൂപ്പരാളെ കൊണ്ട് കളിപ്പിച്ച് ഉള്ളിലേക്ക് പോവുക, ഡിഫൻഡേഴ്സിനെ കട്ട് ചെയ്യുക, അതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. ഒരു ടേണൊക്കെ എടുക്കുക, അങ്ങനത്തെ പരിപാടിയാണ് മെയിനായിട്ട് നോക്കുന്നത്. അടുത്തവരൊക്കെ അവരുടെ അഭിപ്രായം പറയുക, എങ്ങനെയുണ്ട് പ്ലെയർ എന്നൊക്കെ പറയുക.
ഇനി എടുക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എനിക്ക് നമ്മൾ കളിപ്പിച്ചപ്പോൾ വെച്ചൊരു ഫീലിംഗ് ആണ് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത്. സോ അതുപോലെ തന്നെ എല്ലാവർക്കും ചാനലൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നമ്മളൊന്ന് പ്രൊമോട്ട് ഒക്കെ ചെയ്യുക. നമ്മുടെ ചെറിയ ചാനലാണ്. സോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒന്ന് മാക്സിമം തരാൻ നോക്കുക. നമുക്ക് ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ കൊണ്ടുവരണം. സോ അപ്പോഴത്തേക്ക് എല്ലാവർക്കും